നമസ്കാരം, ഞാൻ രാകേഷ് ജി. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പൊതുവേ വാഹനം ഓടിക്കുന്ന സമയത്ത് ചില സമയത്തെങ്കിലും നമുക്കറിയാം ചെറിയ രീതിയിലുള്ള ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതായത് നമ്മുടെ വാഹനങ്ങളിലെല്ലാം ഒരു ഡാഷ് ക്യാം ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം എവിടെയെങ്കിലും തട്ടുമോ അല്ലെങ്കിൽ പുറേ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും രീതിക്ക്, അതായത് ഓവർ സ്പീഡിങ് കാണിച്ചോ അല്ലെങ്കിൽ വന്നിടിക്കുകയോ നമ്മളെവിടെയെങ്കിലും കൊണ്ടിടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇതൊക്കെ ഒരു പ്രൂഫായിട്ട് നമുക്ക് നിൽക്കുന്നതാണ് ഈ പറയുന്നൊരു ഡാഷ് ക്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങളോ കാര്യങ്ങളോ വരാനുള്ള സാധ്യതയുണ്ടോ? അതായത് ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ എന്തെങ്കിലും വയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം വരാനുള്ള ചാൻസസ് ഉണ്ടോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് ആൽബിൻ KJ ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, ഒരു ഡൗട്ട്, ഈ ഡാഷ് ക്യാം ഹാർഡ് വയർ കിറ്റ്, വയറിംഗ് ഹാർനസ് ആയിരിക്കും ഉദ്ദേശം, ആ സംഭവം തന്നെയാണ്, ഹാർഡ് വയർ കിറ്റ് ഫ്യൂസ് ബോക്സിൽ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പറയാമോ? 100%. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് ഡാഷ് ക്യാംസ് അവൈലബിൾ ആണ്. അതിൽ ഒന്ന് 12 വോൾട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നത്, അതായത് വേറെ ഫ്യൂസിൽ നിന്നൊന്നും കണക്ഷൻ എടുക്കാതെ ഡയറക്റ്റ് നമുക്ക് 12 വോൾട്ടിൻ്റെ സോക്കറ്റിലോട്ട് കണക്ട് ചെയ്യുന്ന മോഡൽ കിട്ടും. ആ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒന്നും നിങ്ങൾക്ക് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. കാരണം ഈ പറഞ്ഞ ഫ്യൂസിൻ്റെ കേസോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ. അതായത് എപ്പോൾ ഇതിലോട്ട് കണക്ട് ചെയ്യുന്നു, കീ ഓൺ ചെയ്യുന്നു, അന്നേരം ഇത് വർക്കിംഗ് ആണ്. പക്ഷേ ഇതിനകത്ത് വേറൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. ഷോക്ക് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണെങ്കിൽ, അതായത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇതിനകത്ത് ഇൻബിൽറ്റ്, അതായത് ഈ പറയുന്ന സ്ക്രീനിനകത്ത് തന്നെ ഇൻബിൽറ്റ് അല്ലെങ്കിൽ ആ ക്യാമറയ്ക്കകത്ത് തന്നെ ഇൻബിൽറ്റ് ബാറ്ററി വരുന്ന മോഡൽസ് ഉണ്ട്. ചെറിയ ഇമ്പാക്റ്റോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ മോഡൽസ് ആണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യം ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. അതായത് മാരുതി സുസുക്കിയുടെ തന്നെ ഒറിജിനൽ DVR അവർ ഇറക്കുന്നുണ്ട് ആ മോഡൽസ്. പക്ഷേ അത് തന്നെ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയത്തില്ല, അതിലും ഒരുപാട് നല്ല പ്രോഡക്റ്റ്സ് വേറെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ പ്രൈസ് കൂടുതലാണ്. അതുകൂടെ നമ്മൾ എടുത്ത് പറയണല്ലോ, പറയുമ്പോൾ എല്ലാ കാര്യം ഒന്നിച്ച് പറയുന്ന പോലെ പ്രൈസ് കൂടുതലാണ് പുറത്തുള്ള പ്രോഡക്ട്സിനൊക്കെ. പക്ഷേ നല്ല ക്ലാരിറ്റി ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത്, ഇതാണെങ്കിൽ നാളെ ഒരു സമയത്ത് നമുക്ക് ഊരി എടുത്തുകൊണ്ട് പോകാൻ പ്രശ്നമില്ല. ഇനി അതല്ല, ഫ്യൂസിലോട്ട് കണക്ട് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന മോഡൽസ് അവൈലബിൾ ആണ്. 24/7 റെക്കോർഡ് ചെയ്യുന്ന മോഡൽസ് അവൈലബിൾ ആണ്. ഇമ്പാക്റ്റ് വരുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കേബിൾസ് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതായിരിക്കും. അതല്ലാതെ ഞാൻ 2 കേബിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഈ ടൈപ്പ് പിന്നുള്ളത് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് നമ്മുടെ ഫ്യൂസിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ACC ഫ്യൂസിലോട്ടൊക്കെ നമുക്കിത് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് നേരെ ആ ഫ്യൂസിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഫ്യൂസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 ഫ്യൂസ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതായത് ആ ഫ്യൂസ് ഇരുന്ന സ്ഥാനത്തിലുള്ള ഫ്യൂസ് ഊരി ഇതിലോട്ട് കണക്ട് ചെയ്യാം. അടുത്ത് നമുക്ക് എടുക്കേണ്ട ലൈനിലേക്കുള്ള ഫ്യൂസും കണക്ട് ചെയ്യാം. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അഡീഷണൽ കൊടുക്കുന്ന യൂണിറ്റിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ, അതായത് നമ്മൾ അഡീഷണൽ എടുക്കുന്ന ലൈനിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ലൈനിൻ്റെ ഫ്യൂസ് മാത്രം പോകത്തുള്ളൂ, അതിൻ്റെ അപ്പുറത്ത് പോകത്തില്ല. ഇത് തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. നമ്മുടെ നോർമൽ ടൈപ്പ്, ഇത് നമ്മുടെ നീളമുള്ള കാല് വരുന്ന ടൈപ്പ്, അങ്ങനെ 2-3 ടൈപ്പുകൾ ഇത് അവൈലബിൾ ആണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലത്തെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫിറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യുക. ഇത് ഈ ക്ലിപ്പ് നമ്മുടെ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്യൂസിലോട്ട് കയറി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടോ അനക്കമൊന്നും ഇല്ലാതൊക്കെ ഇരിക്കുന്നുണ്ടോ എന്നൊന്ന് കൺഫേം ആക്കുക. ഇനി എന്തെങ്കിലും ലൂസ് കോൺടാക്റ്റോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പിന്നൊന്നും അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും. അല്ലാതെ വേറെ പേടിക്കേണ്ട കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആ ഫ്യൂസ് കേസിൽ നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല, അല്ലാതെ വയറൊക്കെ ചുമ്മാ ക്രിമ്പ് ചെയ്തൊക്കെ എടുക്കുന്നത് കഴിഞ്ഞും ഏറ്റവും നല്ലത് ഈ കാര്യം തന്നെയാണ്. അതുകൊണ്ട് കഴിവ് നമ്മൾ ഈ ഒരു കാര്യം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അത് ഈ ക്യാമറ പിടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ഏതൊരു കാര്യത്തിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.